ഒരു യുവാവും യുവതിയും വിവാഹമെന്ന കൂദാശകളുടെ ഒന്നാവുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വിവാഹമെന്ന കൂദാശകളുടെ ഒന്നായിട്ട് അവർ ജീവിതം ആരംഭിക്കുക. വെളിപാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന് 5-ാം വചനം പറയുന്നുണ്ട്, നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അപ്പോൾ 2 വ്യക്തികളെ ദൈവം വിവാഹത്തിലൂടെ ചേർക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. ആ സ്നേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലാണ് മക്കൾ ജനിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കൾ ഉണ്ടാവുക. പല കുടുംബങ്ങളിലും മക്കളുടെ എണ്ണം കുറഞ്ഞു പോയതിൻ്റെ പ്രയാസങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭവനം പണിത് അതിൽ വസിക്കുവിൻ, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, ഞങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാവട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം, മക്കളെ വിവാഹം കഴിപ്പിക്കണം, അവർക്ക് മക്കളുണ്ടാവണം, നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഏതാനും മാസം മുൻപ് UK ഒരു പ്രോഗ്രാമിന് ഞാൻ ചെന്ന ഒരവസരം. ഒരു സ്ഥലത്തെ പ്രോഗ്രാം കഴിഞ്ഞു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രോഗ്രാമിന് എന്നെ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരൊന്ന് കൊണ്ടുപോവുക. എന്നെ കൊണ്ടുപോകാൻ വന്ന വ്യക്തിയുടെ പേര് സിജു എന്നാണ്. അവിടെ UK കവൻട്രി എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത പ്രോഗ്രാം. ആദ്യ വെള്ളിയാഴ്ച ഈവനിങ് പ്രോഗ്രാമാണ്. 5 മണി മുതൽ ഒരു 9 മണി വരെ പ്രോഗ്രാമാണ്. വ്യാഴാഴ്ച എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മകൻ്റെ ജീവിതം എന്നോട് പങ്കുവെച്ചു. 18 വർഷം മുൻപ് UK എത്തിയാണ് ഭാര്യയുമായിട്ട്. ഇപ്പോൾ 7 മക്കളുണ്ട്, ഒരു പെണ്ണും 6 ആൺമക്കളും. ഒരു പെണ്ണും 6 ആൺമക്കളും. ഹല്ലേലൂയ. അപ്പം എന്നോട് പറഞ്ഞ ഇതാണ്, മക്കൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആളുകൾ പരിഹസിക്കും. വേറെ പണിയൊന്നുമില്ലേ, ഇതേ ഉള്ള പണി. പല വിധത്തിൽ ഇവരെ പരിഹസിക്കുമായിരുന്നു. അതുകൂടാതെ ജോലിയുടെ ബുദ്ധിമുട്ട്, ഭാര്യ നേഴ്സാണ്, ജോലിയുടെ പ്രയാസങ്ങൾ, പട്ടിണി പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയവർ എല്ലാവരും പരിഹസിച്ചു. പക്ഷെ ദൈവം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല കരിസ്മാറ്റിക് ദൈവാനുഭവത്തിൽ ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വളർന്നു വന്നു. ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. എന്നോട് പറഞ്ഞു, ആ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഞാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 3:30 കാണും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പിള്ളേർ എല്ലാവരും കൂടെ വന്നു. മൂത്ത മോള് കോളേജിലാണ്, ബാക്കി 6 ആൺപിള്ളേർ. മൂത്തത് നമ്മുടെ ഇവിടുത്തെ +2, ബാക്കി താഴോട്ടുള്ളതാണ്. എല്ലാം യൂണിഫോം ഒക്കെ ഇട്ട് അല്ലേ, ഒരു വീട്ടിലോട്ട് 5-6 വരുമ്പം എന്തൊരു മനോഹരമാണ്. എല്ലാം വന്നു, എന്നെ വിഷ് ചെയ്തു. പിള്ളേർ കുളിച്ച് റെഡിയായി എന്നിട്ട് എല്ലാം വന്നു. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും ചേച്ചി മേശപ്പുറത്ത് കള്ളപ്പവും കോഴി കറിയും ചിക്കൻ വറുത്തും എല്ലാം വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചായ കുടിച്ചു, ഞങ്ങളിരിക്കുക വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ പിള്ളേർ വന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം വേണോ പറയുന്നത്, അവരുടെ വീട്ടിൽ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും. 6 മണി കഴിഞ്ഞ് ഭക്ഷണമില്ല. പിള്ളേർ വന്ന് റെഡിയായിട്ട് എല്ലാവരും വയറ് നിറച്ച് 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നു. സാധാരണ ഇംഗ്ലീഷുകാരുടെ ഒരു രീതിയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ കയറും. 8 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ആഘോഷമായിട്ട് ജപമാല പ്രാർത്ഥന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കും. ഒരു 11 മണി ഒഴുകി കിടക്കും, വെളുപ്പിന് എഴുന്നേൽക്കും. അങ്ങനെ നല്ല ടൈം ടേബിൾ നന്നായിട്ട് പോകുന്നു. അപ്പം ഈ കുഞ്ഞുങ്ങൾ അന്ന് വ്യാഴാഴ്ച അവിടെ കോൺവെൻറ്റിൽ, അവിടെ പള്ളിയിൽ ആരാധനയുണ്ട്. ഞാനവരോട് പോയി അവിടെ വെള്ളിയാഴ്ച നടക്കേണ്ട പ്രോഗ്രാമിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. അവിടെ ചെന്നപ്പോൾ ഒരു 19 പേര് മലയാളികളുണ്ട്. ഈ പിള്ളേരും
ഈ അപ്പനും അമ്മയും ഇവരാണ് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുക. നല്ല മിടുക്കര് പിള്ളേർ, പാട്ട് പാടുന്നതും സ്തുതിക്കുന്നതും മുഴുവൻ എല്ലാം അക്കാര്യത്തിനും മുൻപന്തിയിൽ ഈ കുടുംബം നിന്നാണ് എല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മകന് പ്രേരണ കിട്ടിയാണ് അവിടെ ആദ്യ വെള്ളിയാഴ്ച അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചത്. ഞാൻ പിറ്റേ ദിവസം ശുശ്രൂഷയ്ക്കായിട്ട് ആ പള്ളിയിൽ ചെന്നു. ഏറ്റവും പുറകിൽ ബെഞ്ചിൻ്റെ ഒരു 4 മണിയാകുമ്പോൾ ചെന്നു. അവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവാലയം നിറഞ്ഞു. ആ ദേവാലയത്തിൽ അതുപോലൊരു ജനക്കൂട്ടം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു 400-ലധികം പേര്. സാധാരണ 150 പേരൊക്കെ വരുന്നതാണ്. അന്ന് ഒരു 400-ലധികം പേര് ആ ദേവാലയം പരിസരം മുഴുവൻ നിറഞ്ഞ ആളുണ്ട്. കുർബാനയുടെ സമയത്ത്, ആദ്യമേ കുർബാനയാണ്. കുർബാനയുടെ സമയത്ത് ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഇതിങ്ങനെ പിടിച്ച കുത്തി 2 പേര് പിടിച്ച് സഹായിച്ച് ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ വന്നതുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാന കഴിഞ്ഞ് പ്രസംഗം ആരംഭിച്ചു. വർഷിപ്പ് കഴിഞ്ഞ് പ്രസംഗം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വടി കുത്തി പോകുന്ന കൊച്ചിൻ്റെ കാര്യം ഓർത്ത്. ഞാൻ ചോദിച്ചു, അങ്ങനെ കുട്ടിയെ കണ്ടു ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഏറ്റവും പുറകിൽ അതിരിപ്പുണ്ട്. ആ കൂടെ വന്ന് ചേച്ചി കൈ ഉയർത്തിയിട്ട് എന്നപ്പോൾ എൻ്റെ കയ്യിൽ കോഡ്ലെസ് മൈക്കാൻ ഞാൻ ഇറങ്ങിച്ചെന്നു. എന്നെ അവർ പറഞ്ഞു, ഈ കുട്ടി ഒരു മലയാളിയാണ്, നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്, പഠിക്കുകയാണ്. ഇവർ ആശുപത്രി വെച്ചാൽ പരിചയപ്പെടുന്നത്. പെട്ടെന്ന് ഈ കുട്ടിയുടെ അരക്കെട്ടിന് താഴോട്ട് തളർന്നുപോയി. ഒരു 28 വയസ്സുള്ള പെൺകുട്ടിയാണ്. എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആശുപത്രി വെച്ച് നേഴ്സുമാർ പരിചയപ്പെട്ട് അങ്ങനെ മനസ്സിലായി മലയാളിയാന്ന് പറഞ്ഞു. പിന്നെ അവർ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആശുപത്രി വെച്ച് അപ്പോൾ ഇവർ ഏതോ ഒരു നേഴ്സ്, നമ്മുടെ ധ്യാനം കൂടിയിട്ടുള്ള ആ നേഴ്സ് ഇങ്ങനെ പറഞ്ഞു, സാബു ബ്രദറിൻ്റെ ധ്യാനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാബു ബ്രദറിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ ഈ കൊച്ച് എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്വേഷിച്ചു. അന്നേരമാണ് ഞാൻ UK വരുന്നു, കവൻട്രിയിൽ ഏകദിനം ഉണ്ടെന്ന് അവരറിഞ്ഞു. അവിടുന്ന് 4 മണിക്കൂർ യാത്ര ചെയ്യണം ഈ കൊച്ചിനായിട്ട് വരാൻ. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കൊച്ചിനെ ആയിട്ട് അവർ വന്നിരിക്കുകയാണ്. ഞാൻ ആ വടി മേടിച്ചിട്ട് അവിടെ തലക്കെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ പ്രാർത്ഥന, കാലുകളും നടുവൊക്കെ വരാൻ പറയും, കയ്യെ പിടിച്ചെഴുന്നേപ്പിച്ച് നടന്നോളാൻ പറഞ്ഞു. ആ കൊച്ചു പള്ളിയിലൂടെ നടക്കാൻ തുടങ്ങി. ആ നിമിഷം അവൾ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം ആ കുട്ടി സൗഖ്യം പ്രാപിക്കുക. അന്ന് 9:15 ആരാധന ഉൾപ്പെടെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു, വളരെ അത്യാവശ്യക്കാർ മാത്രമേ പ്രാർത്ഥിക്കാൻ നിൽക്കാവുള്ളൂ എന്തൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ധ്യാനം കഴിഞ്ഞിട്ട് ഒറ്റ ഒരാൾ പോലും പോകില്ല, മുഴുവൻ പേരും പള്ളിയില്ല. അവസാനം ഞാനൊരു നിപ്പ് നിന്നിട്ട് 11:45 വരെ പ്രാർത്ഥിച്ചു. ഏറ്റവും ലാസ്റ്റ് ഈ പങ്കുച്ച് വടിയും പൊക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്ക് വന്നു. കൂടെ വന്നൊരു എന്തൊരു സന്തോഷമായിരുന്നറിയോ. മിടുക്കിയായിട്ട് ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. മുഴുവൻ പേർക്കും അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു പ്രോഗ്രാം ഒരുക്കപ്പെട്ടത്, ഞാൻ പറഞ്ഞ സിജു എന്ന ആ മകനും ആ കുടുംബവുമാണ് ഇതിൻ്റെ തുടക്കമിട്ടത്. ഇന്ന് അവിടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. അന്ന് എൻ്റെ പ്രോഗ്രാമിന് അനൗൺസ് ചെയ്തു. പിറ്റേ മാസം മുതൽ അവർ ഇംഗ്ലീഷ് പ്രോഗ്രാം ആരംഭിക്കുന്നു കുട്ടികൾക്കായിട്ട്. ചെയ്യുന്നവരെന്നറിയോ? സിജുവിൻ്റെ മക്കള്. ഇന്ന് രാവിലെ എൻ്റെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇവർ നാട്ടിൽ സഹോദരൻ്റെ മകൻ്റെ കല്യാണം കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് പ്രോഗ്രാം ഒക്കെ തുടങ്ങി നന്നായിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഇന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ പിള്ളേരാണ് വചനം പറയുന്നത്. അന്ന് അവിടെ ഏകദിനം നടക്കുമ്പോൾ വൈകുന്നേരം കൊച്ചുകുട്ടികൾക്ക് മുഴുവൻ, സിജുവിൻ്റെ മൂത്ത മോളാണ് ആ പിള്ളേർക്ക് ഇംഗ്ലീഷിൽ വചനം പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ഒരു കുടുംബം മുഴുവൻ യേശുവിലേക്ക് വന്നാൽ ഒരു ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് ആ ദേശത്ത് ആ കുടുംബം വലിയ ഒരു വെളിച്ചമായിട്ട് മാറിയിരിക്കുകയാണ്. അനേകരുടെ രക്ഷയ്ക്ക് ആ പ്രേയർ ഗ്രൂപ്പ് കാരണമായിട്ട് മാറിയിരിക്കുക. ഇപ്പം അവർക്ക് വലിയ തീക്ഷ്ണതയാണ്. യുവജനങ്ങളെ രക്ഷിക്കണം, കൗമാരക്കാരെ പിള്ളേരെ യേശുവിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രേയർ ആരംഭിച്ചു. ഈ കുഞ്ഞുങ്ങളാ അതിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനിതൊക്കെ പങ്കുവെച്ചത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ഒരിക്കലും മക്കളുടെ എണ്ണം കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കൾ ഉണ്ടാവണം. ഞാൻ പറയും, മിനിമം ഒരു 5 പേരെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളത് ഏറ്റവും നല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ഒരു ചെറുപ്പക്കാരൻ, ആ പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി. അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്നു. ജോലി എന്ന് പറഞ്ഞാൽ വീട്ടുവേലയ്ക്ക് നിൽക്കുക. പാവപ്പെട്ട കുടുംബമാണ്. അമ്മ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇവനെ കൊടുക്കും. ഇവൻ വെറും തല്ലിപ്പൊളിയായിട്ട് നാടി നടക്കുക. കൂട്ടുകാർ കൂടി അടിപൊളിയായിട്ടുള്ള ജീവിതമാണ്.
അതിൻ്റെ കൂടെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വില വരുന്ന ബൈക്ക് ഇവൻ മേടിച്ചു. എന്നിട്ട് ബൈക്കിൽ കൂട്ടുകാരോടി കറങ്ങുക. അവസാനം ഇവൻ നേരിട്ട് ഒരു ബസ്സിന് ഓവർടേക്ക് ചെയ്ത ഒരു ട്രിപ്പറുമായിട്ട് നേരിട്ടിടിച്ച് തൽക്ഷണം മരിക്കുക. ബൈക്ക് ചതുരക്കിടക്കുക, ഇവന് മരിച്ചു കിടക്കുക. 18 വയസ്സ് പോലും പ്രായം, കഷ്ടിച്ച് കാണും, അത്രയേ ഉള്ളൂ. +2 പഠിക്കുന്ന പയ്യൻ, തീർന്നു. ഒറ്റ മകൻ. അപ്പൻ മരിച്ചു പോയതാണ്. അമ്മ ഗൾഫിൽ എവിടെയാണ്, ഗൾഫിൽ അടുക്കള പണി ചെയ്താ ജീവിക്കുന്നത്. ഈ മകന് പൈസ അയച്ചു കൊടുത്ത് തീർന്നു പോയി കുടുംബം. ഒറ്റ ഒരു മകൻ. സത്യം പറഞ്ഞാൽ ആ വാർത്ത കണ്ടപ്പോൾ ഒത്തിരി നമുക്ക് സങ്കടം തോന്നും. ഇതുപോലെ എത്ര പേര്, എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നറിയാവോ? മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് നിയന്ത്രണം വിട്ടുള്ള ബൈക്ക് യാത്രകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തീർക്കുകയാണ്. ചില ബൈക്കിലൊക്കെ ആൺപിള്ളേര് പെൺപിള്ളേരൊക്കെ ഇരുത്തി പോകുന്ന പോക്ക് കണ്ടാൽ ഞാനിത് കണ്ടാൽ ഞാൻ അന്നേരം പ്രാർത്ഥിക്കും, ദൈവമേ കാത്തോളണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ലിമിറ്റും ഇല്ലാതാണ് പോകുന്നത്. സ്പീഡൊന്നും ഒരു ലിമിറ്റും ഇല്ല. അങ്ങനെ എത്രയോ പേരാണ്, എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിലായിരിക്കുന്നത്, മരിച്ചു പോയിരിക്കുന്നത്. ഒരിക്കലും ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരപ്പനും അമ്മയിൽ നിന്ന് കരയുക മുന്നിൽ നിന്ന്. ഞാൻ പ്രസംഗം നിർത്തിയിട്ട് വെച്ച് എന്ത് പറ്റി? എഴുന്നേറ്റ് രണ്ടുപേരും. അവർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. +2 ജയിച്ചാൽ, മാർക്ക് മേടിച്ചാൽ, നല്ല മാർക്ക് കിട്ടിയാൽ ബൈക്ക് മേടിച്ചു കൊടുക്കാൻ എന്നിട്ടൊരു അബദ്ധം പറഞ്ഞു പോയി. അതിന് നല്ല മാർക്ക് കിട്ടി. അവസാനം ബൈക്ക് മേടിച്ചു കൊടുക്കാൻ താല്പര്യമായിരുന്നു. അവസാനം മേടിച്ചു കൊടുത്തു. ആദ്യ യാത്രയിൽ തന്നെ മകൻ ടിപ്പറുമായിട്ട് ഇടിച്ച് മരിച്ചു. ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല, പ്രായമൊക്കെ കടന്നുപോയി. ഹല്ലേലൂയ. മക്കള് വേണം, ധാരാളം മക്കൾ വേണം. മക്കളുടെ എണ്ണത്തെ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, മിനിമം ഒരു 5 മക്കൾ ഇതിനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൽ കൂടുതലായാലും ഒരു കുഴപ്പമില്ല. അപ്പം ചിലർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതുപോലെ മക്കളുണ്ടായാൽ ഇതുങ്ങളെ ആര് നോക്കും, എങ്ങനെ വളർത്തും? ആരും വിഷമിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. മക്കളുടെ കാര്യം ദൈവം നോക്കും. ആരും അക്കാര്യത്തിൽ സംശയിക്കേണ്ട. മക്കളെ ദൈവം വളർത്തും, ദൈവം നോക്കും. അവർക്ക് വേണ്ട ദൈവം എത്തിച്ചു തരും. ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ് മക്കളുടെ കാര്യത്തിൽ വേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഭൂരിപക്ഷം പേരും ജീവിതത്തിൻ്റെ എല്ലാം അവസാനിച്ചവരാ, അല്ലേ? 10, 40, 50, 60 വയസ്സായ അമ്മച്ചിമാരോടൊക്കെ എന്ത് പറയാനാ? ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞു കൊടുക്കുക, മക്കളെ പിള്ളേരുടെ എണ്ണം കുറയ്ക്കരുത്. ഇപ്പം വന്ന് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മനസ്സില്ല, കല്യാണം കഴിക്കാൻ വേണ്ട. കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. ധാരാളം പെൺകുട്ടികളുണ്ട്, വിവാഹം വേണ്ട. ഇനി വിവാഹം കഴിച്ചാലോ മക്കളെ വേണ്ട. അങ്ങനെ ഒരു ട്രെൻഡ് നന്നായിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുണ്ട്. ഹല്ലേലൂയ. അപ്പം അപകടകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യുവജനങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ടാകണം, മക്കൾ ധാരാളം വേണമെന്നുള്ള വലിയൊരു ചിന്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകണം. ഇല്ലെങ്കിൽ അടുത്ത ഒരു തലമുറ എന്നൊക്കെ പറയുന്നത് അതെങ്ങനെ ആവുമെന്നറിയില്ല. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ 26% കാത്തലിക്സ് ഉണ്ടായിരുന്നു. 26% കത്തോലിക്കരായിരുന്നു. അതിപ്പോൾ പോയിട്ട് 14.5% കത്തോലിക്കരുള്ളൂ. 14.5%. 26% കത്തോലിക്കുണ്ടായിരുന്ന ഒത്തിരി പേര് യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് പോയി. പിന്നെ മക്കളുടെ എണ്ണം കുറഞ്ഞു പോയി. മിക്കവാറും കുടുംബങ്ങൾ ഒരു കാലഘട്ടത്തിൽ 1 അല്ലെ 2 മക്കൾ. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി കൊണ്ടുവന്ന 2 മതി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അത് ഏറ്റെടുത്തത് കത്തോലിക്കരാണ് ഏറ്റെടുത്തത്. മറ്റു സമുദായക്കാരൊന്നും ഏറ്റെടുത്തില്ല. കത്തോലിക്ക ഏറ്റെടുത്ത് എല്ലാം അവസാനിപ്പിച്ച് പ്രസവം നിർത്തി എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചത് 1-2 പിള്ളേർ. ഇപ്പം അതിൻ്റെ ദുരന്ത ഫലം ഏറ്റവും അനുഭവിക്കുന്നത് കത്തോലിക്കരാണ് കേരളത്തിൽ. എല്ലാ മേഖലകളിലും നമ്മൾ പുറകിലായിക്കഴിഞ്ഞു കേരളത്തിൽ. വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥാപനങ്ങളുടെ കാര്യത്തില്ല, സ്ഥാപനങ്ങളുണ്ട്. അല്ലാതെയുള്ള ഗവൺമെൻറ് തലങ്ങളിലുള്ള ജോലികളിൽ എല്ലാം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്താണെങ്കിലും വളരെ വളരെ ദയനീയ സ്ഥിതിയാണുള്ളത്. ഇത് ശരിക്കും നമ്മുടെ ഒരു പരാജയമാണ്. പക്ഷെ ഇതിനെ നമുക്കിനി ഓവർകം ചെയ്യാനായിട്ട് ഒരു വഴിയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ജനസംഖ്യ പെരുകുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയില്ല. അതിന് ഇവിടെ ആരാ പ്രസവിക്കാൻ തയ്യാറുള്ളത്? ആരുണ്ട് പെണ്ണുങ്ങൾ പ്രസവിക്കാൻ തയ്യാറുള്ളവർ? വന്നാൽ 1-2 മതി എന്ന് പറഞ്ഞാൽ അവർ
അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം പള്ളികൾ പണിയുന്നുണ്ട്, വലിയ പള്ളികൾ പണിയുന്നുണ്ട്. ഇനി 5, 10, 15 വർഷം കഴിഞ്ഞാൽ ഈ പള്ളികളിൽ എത്ര പേര് കാണും? ഇപ്പം തന്നെ മിക്കവാറും പള്ളികളിൽ പ്രായമായവർ മാത്രമേ ഉള്ളൂ, പിള്ളേരൊന്നുമില്ല. ശരിയാണോ? ആണോ? അതെ. ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി വളരെ കഷ്ടമായിട്ട് മാറാൻ പോവുകയാണ്. ഇതിന് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ യുവതലമുറ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. ഇവിടെ തന്നെ പിടിച്ചു നിന്ന് ഇവിടെ ജീവിച്ച് മക്കൾക്ക് ജന്മം കൊടുത്ത് ഒക്കെ അതൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുകയാണ്. ഓരോ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് ആത്മീയ കാര്യങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ ദൈവം തന്നെ വലിയ രീതിയിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഈ ഭൂമിയുടെ മേൽ, ക്രൈസ്തവ സമൂഹത്തിന് മേൽ ഉണ്ടായാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ കർത്താവിനെ